ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യങ് ജനറേഷനിൽ കാണുന്ന കുറച്ച് ശീലങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത്. അവർക്ക് ജങ്ക് ഫുഡിനോട് ഫാസ്റ്റ് ഫുഡിനോടൊക്കെ ഭയങ്കര പ്രിയമായിരിക്കും. അവർ എത്ര നമ്മുടെ വീട്ടിൽ ഫുഡുണ്ടാക്കി കൊടുത്താലും അവർക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവർ ഫാസ്റ്റ് ഫുഡ് തേടിപ്പോകും. പുറത്തുനിന്നുള്ള ഫുഡിൽ നിന്ന് അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെയും അതുപോലെ അവർ കുടിക്കുന്ന വെള്ളമെന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന പോലത്തെ സാധാരണ വെള്ളമായിരിക്കത്തില്ല അവർ കുടിക്കുന്നത്. അവർക്കെപ്പോഴും കളർ വെള്ളങ്ങളാണ് ഇഷ്ടം. ബോട്ടിലിൽ വരുന്ന ഷുഗർ കൂടുതലുള്ള കളർ വെള്ളങ്ങളോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ സോഡ പോലെയുള്ള കാര്യങ്ങളുമൊക്കെ അവർ ഒരുപാട് ഉപയോഗിക്കും. അതുവഴി അവർക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ഈ പാനീയങ്ങൾ കുടിക്കുകയും അതുപോലെ ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുകയും ചെയ്യുന്നതിലൂടെ അവർക്ക് ഹൈ ബിപിയും അതുപോലെ ഷുഗർ കൂടാനും ഡയബറ്റീസിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ജോബ് കിട്ടുന്നവർക്ക് കൂടുതൽ പേർക്കും 8 hours 10 hours കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ജോബാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഈ പ്രൊലോങ്ഡ് സിറ്റിങ് എന്ന് പറയുന്നതും പല അസുഖങ്ങൾക്കും കാരണമാണ്. സ്ഥിരമായിട്ട് അവർ ലാപ്ടോപ്പിലും ഫോണിലും നോക്കിയിരുന്ന് വർക്ക് ചെയ്യുന്നത് മൂലം അവർക്ക് കൂടുതൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവരുടെ ലേറ്റ് നൈറ്റായിട്ടുള്ള ഉറക്കം. പല ആൾക്കാരും ഫോണിൽ നോക്കിയിരുന്ന സമയം കളഞ്ഞ് പ്രോപ്പറായിട്ട് ഉറങ്ങാറില്ല. ചിലർ വർക്കിൻ്റെ സ്ട്രെസ്സ് മൂലം ഉറങ്ങാറില്ല. ഇതൊക്കെ അവർക്ക് ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പേരൻസ് ഇത് കൂടുതൽ ശ്രദ്ധിക്കുക, ഫാമിലിയിലുള്ളവർ ശ്രദ്ധിക്കുക, അവരവർ തന്നെ ശ്രദ്ധിക്കുക. അവരവരുടെ ആരോഗ്യമാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഒരിക്കലും നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. അതിനെ പിന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുകയുള്ളൂ. മാറ്റിയെടുക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.